LDFും UDFും ചേർന്ന് കൊള്ളയടിച്ച് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി താറുമാറായെന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. NDA കൊല്ലം പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കടം വാങ്ങാൻ സുപ്രീം കോടതിയെ സമീപിക്കേണ്ട സ്ഥിതിയാണ് സംസ്ഥാനത്തിന്റേതെന്നും ഫട്നാവിസ് പറഞ്ഞു. കശുവണ്ടി തൊഴിലാളികളെ ദാരിദ്ര്യത്തിലേക്കും തൊഴിലില്ലായ്മയിലേക്കും നയിച്ചത് സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങളാണെന്ന് ഫട്നാവിസ് പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും മോശം ബജറ്റാണ് കേരള സർക്കാർ അവതരിപ്പിച്ചത്. ദുർച്ചെലവുകൾ മൂലം കൂടുതൽ പണം കടം വാങ്ങാനായി സുപ്രീം കോടതിയെ സമീപിക്കേണ്ട സ്ഥിതിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റതിനു ശേഷം പദ്ധതികൾക്കായി അനുവദിച്ച പണം കൃത്യമായി ഗുണഭോക്താക്കളുടെ കൈകളിൽ എത്തുന്നുണ്ട്. വികസിത ഭാരതത്തിനായി മുന്നേറുന്ന NDA എന്ന അതിവേഗ തീവണ്ടിയുടെ എഞ്ചിൻ മോദിയാണ്. വ്യത്യസ്ത ദിശകളിലേക്ക് സഞ്ചരിക്കുന്ന എഞ്ചിനുകളുടെ അവിയൽ സഖ്യമാണ് ഇന്ത്യ മുന്നണി. ഭാരതീയരെല്ലാം മോദിയുടെ കുടുംബത്തിലെ അംഗങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Prime Minister Modi, Congress will, left will never support Prime Minister Modi. It is only Krishna Kumar ji who will support Prime Minister Modi. I would like to ask Ghulam whether you want your MP to support Prime Minister Modi or not. RSP മോദിജിക്ക് സപ്പോർട്ട് ചെയ്യുകയില്ല, കോൺഗ്രസ് മോദിജിക്ക് സപ്പോർട്ട് ചെയ്യുകയില്ല, LDF മോദിജിക്ക് സപ്പോർട്ട് ചെയ്യുകയില്ല. ഞാൻ കൊല്ലത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾക്ക് മോദിജിയെ പിന്തുണയ്ക്കുന്ന MP ആണോ വേണ്ടത്? That is why this is not a state election. It is not an election of local body. It is an election to choose. BJP ജില്ലാ പ്രസിഡന്റ് BB ഗോപകുമാർ അധ്യക്ഷനായ യോഗത്തിൽ NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാർ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി S പ്രശാന്ത്, ദക്ഷിണമേഖലാ പ്രസിഡന്റ് K സോമൻ, ദേശീയ കൗൺസിൽ അംഗങ്ങളായ MS ശ്യാംകുമാർ, K ശിവദാസൻ, വിവിധ ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.